ഹായ് ഓൾ, ഐപ്ലസിന്റെ കേരള വാട്ടർ അതോറിറ്റി മീറ്റർ റീഡർ വെബിനാറിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കറിയാം, ഈ ഒരു പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ട്. ഒരുപാട് അപ്പോയിന്റ്മെന്റുകൾ നടക്കുന്ന ഒരു തസ്തികയാണ്. ഇതിനുവേണ്ടി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആദ്യം മുതലേ പഠിച്ചു തുടങ്ങിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് നേടി റാങ്ക് ലിസ്റ്റിൽ എത്താനായിട്ട് സാധിക്കും. 90 മുകളിൽ മാർക്ക് എയിം ചെയ്ത് അത് നേടിയെങ്കിൽ മാത്രമേ നമുക്ക് മികച്ച ഒരു റാങ്ക് നേടി ജോലിയിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം ആദ്യമേ നേരത്തെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ഊന്നൽ കൊടുക്കണം സിലബസിലുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സെഷൻ ലീഡ് ചെയ്യാനായിട്ട് സാറിനെ ക്ഷണിക്കുകയാണ്. നിങ്ങൾക്കുള്ള സംശയങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതിനുള്ള ഉത്തരങ്ങളും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതാണ്. സാറിനെ സെഷൻ ലീഡ് ചെയ്യാനായിട്ട് ക്ഷണിച്ചോളൂ. താങ്ക് യു സർ. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ വെബിനാറിലേക്ക് പങ്കെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം. സോ 2025 നമ്മൾ ഏവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു തസ്തികയാണ് കേരള വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറേയധികം അഡ്വൈസുകൾ പോകാൻ സാധ്യതയുള്ള ഓവർസിയർ കഴിഞ്ഞാൽ മറ്റൊരു തസ്തികയാണ് കേരള വാട്ടർ അതോറിറ്റിയിൽ മീറ്റർ റീഡർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളുടെ കാറ്റഗറി നമ്പർ 279/2025 ആണ്. സോ നമ്മളുടെ കേരള PSCയുടെ പ്രൊഫൈലിൽ നിലവിൽ ആക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു തസ്തിക കൂടിയാണ്. സോ ഈ ഒരു വെബിനാർ കാണുന്ന ആരെങ്കിലും ഈ ഒരു തസ്തിക അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അത് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, 279/2025 മീറ്റർ റീഡർ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഒരിക്കൽ കൂടി സ്വാഗതം. കാറ്റഗറി നമ്പർ 279/2025 കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് മീറ്റർ റീഡർ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 25,800 മുതൽ 59,300 ആണ്. സോ നിലവിൽ അത് ആന്റിസിപ്പേറ്റഡ് ആണ്. വേക്കൻസീസ് എന്ന് പറയുന്നത് ആന്റിസിപ്പേറ്റഡ് ആണ്. സോ പ്രതീക്ഷിത ഒഴിവുകളിലേക്കാണ് നിലവിൽ ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. സോ ആ ഒരു തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ റിപ്പോർട്ട് ചെയ്യുന്ന മുറയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ടാകും, അത് വേക്കൻസീസ് ഫില്ല് ചെയ്യപ്പെടുന്നുണ്ടാവും അല്ലെ. ഓക്കെ, സോ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഈ മീറ്റർ റീഡർ തസ്തികയിലേക്കുള്ള ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് സംശയങ്ങളാണ് പ്രധാനമായിട്ടും ഉണ്ടാവാറ്. ഓക്കെ, അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ. സോറി, ക്വാളിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് പാസ് ഇൻ SSLC ഓർ ഇക്വലന്റ് അല്ലെ, 10ാം ക്ലാസ് യോഗ്യത അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള യോഗ്യത വേണം. അതോടൊപ്പം തന്നെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് awarded by National Council for Vocational Training in the Trade of Plumber after the completion of 1-year course or its equivalent. അതായത് ഒരു വർഷത്തെ കോഴ്സ്, അതായത് ഈ പറയുന്ന പ്ലംബിംഗ് ട്രേഡിലുള്ള ഒരു വർഷത്തെ കോഴ്സ് വേണം എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അത് ചേഞ്ചബിൾ ആണ് അല്ലെങ്കിൽ അത് ഡിപ്പെൻഡ് ആയിട്ടുള്ള കാര്യമാണ്. ഈ പറയുന്ന രീതിയിൽ ഈ ഒരു വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്നും ഇത്തരത്തിൽ നമുക്ക് ഉയർന്ന യോഗ്യതയുള്ള ആൾക്കാരെ പ്രിഫർ ചെയ്യാമെന്നുണ്ടെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ ക്വാളിഫിക്കേഷന് അല്ലെങ്കിൽ ഉയർന്ന യോഗ്യതയായിട്ടുള്ള സർട്ടിഫിക്കറ്റിന് തുല്യമായിട്ടുള്ള, അതായത് ഈ പറയുന്ന പ്ലംബിംഗ് ട്രേഡിന് ഉയർന്ന അല്ലെങ്കിൽ തുല്യം അല്ലെങ്കിൽ ഉയർന്ന യോഗ്യതയാണ് നമ്മളുടെ ഡിപ്ലോമ അല്ലെന്നുണ്ടെങ്കിൽ ഡിഗ്രി എന്ന് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾക്ക് നൽകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ളത് കൂടി എടുത്തു പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ കമ്മീഷൻ ആവശ്യപ്പെടുന്ന സമയത്ത്, അതായത് കേരള PSCയുടെ വെരിഫിക്കേഷൻ സമയത്ത് നമ്മൾ ഇത്തരത്തിൽ ആ ഒരു പർട്ടിക്കുലർ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് അതിന്റെ ആ ഒരു ഹയർ ഓർ ഇക്വലന്റ് സർട്ടിഫിക്കറ്റ് നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലംബിംഗ് അല്ലെങ്കിൽ പ്ലംബർ ട്രേഡുമായി കൺസിഡർ ചെയ്യുന്ന സമയത്ത് പ്ലംബർ അല്ലെങ്കിൽ NTC അല്ലെങ്കിൽ ITA പ്ലംബിംഗ് ട്രേഡുമായി ബന്ധപ്പെട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ BTech ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ നമുക്ക് അക്സെപ്റ്റബിൾ ആണെന്നുള്ളത് കൂടി മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതിയാകും. സോ അപ്പോഴും അത് ഡിപ്പെൻഡിങ് ഫാക്ടർ ആണ്. സോ അത് കൃത്യമായിട്ട് അവർ
ഉറപ്പ് പറയുന്നില്ല. അത് ഇത്തരത്തിലുള്ള എന്താണ് നമ്മളുടെ ആ ഒരു സ്ഥാപനത്തിന്റെ താൽക്കാലികമായ ഈ പറയുന്ന എന്താണ് വാട്ടർ അതോറിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ആ ഒരു പേരന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യകത അനുസരിച്ചായിരിക്കും അത് അതിന്റെ ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അതുകൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിനകത്ത് നമുക്ക് ബിടെക് മെക്കാനിക്കൽ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സോ അവർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ പറയുന്ന NTC അല്ലെങ്കിൽ നാഷണൽ NCVTയുടെ സർട്ടിഫിക്കേഷൻ, അതായത് പ്ലംബിംഗ് സർട്ടിഫിക്കേഷന് തുല്യമല്ലെന്നുണ്ടെങ്കിൽ ഹയർ ആണ് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൂടി നമ്മൾ ആ ഒരു സമയത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാം, പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ടാകും. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. സോ ലാസ്റ്റ് ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ, നമുക്ക് അവസാനമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ കഴിയുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 3/10/2025 ആണ്. ഓക്കെ, സോ അത്തരത്തിൽ ഒക്ടോബർ മാസം 3-ാം തീയതി വരെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും, അപ്ലൈ ചെയ്യാൻ സാധിക്കും. സോ അത്രയും നാളൊന്നും കാത്തു നിൽക്കേണ്ട കാര്യമില്ല. ഇത്രയും പെട്ടെന്ന് തന്നെ എന്താണ് ഈ ഒരു നമ്മളുടെ കാറ്റഗറി നമ്പർ ആ ഒരു മീറ്റർ റീഡർ തസ്തികയിലേക്ക് എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളുടെ സിലബസ് എന്താണെന്നുള്ളത്. ഓക്കെ, നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്ത് പഠിക്കണം എന്നുള്ളതാണ് അല്ലെ. സോ എന്താണ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത്? സോ നമ്മളുടെ എക്സാമിൻസിന് ക്വസ്റ്റ്യൻസ് എന്തൊക്കെ ടോപ്പിക്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു ധാരണ നമുക്ക് വേണം. ഓക്കെ, സോ അതിലേക്ക് നമുക്ക് പോകാം. അതിന് മുന്നോടിയായിട്ട് നോക്കേണ്ടത് ലാസ്റ്റ് നടന്ന എക്സാം അല്ലെ, പ്രീവിയസ് എക്സാമിന്റെ ഒരു ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അതായത് കുറേയധികം അഡ്വൈസ് പോകാൻ സാധ്യതയുള്ള ഒരു തസ്തിക തന്നെയാണ് വാട്ടർ അതോറിറ്റിയിലുള്ള മീറ്റർ റീഡർ എന്ന് പറയുന്നത്. കുറേയധികം താൽക്കാലിക ജീവനക്കാർ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾക്കറിയാം. സോ ഈ പറയുന്ന നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രഷറൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ താൽക്കാലിക ജീവനക്കാരെ എന്താണ് അല്ലെങ്കിൽ മാറ്റിക്കൊണ്ട് PSCക്ക് വിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്ഥിര ജീവനക്കാരെ അവിടെ എന്താണ് പ്ലേസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അഡ്വൈസിന്റെ എണ്ണമൊക്കെ കൂടാൻ സാധ്യതയുള്ള ഒരു തസ്തിക തന്നെയാണ് മീറ്റർ റീഡർ എന്ന് പറയുന്നത്. സോ 2019 ഇതിന് മുന്നത്തെ നോട്ടിഫിക്കേഷൻ വന്നത് 143/2019. സോ 19 വിളിച്ചതിന് ശേഷം നമുക്കറിയാം കോവിഡ് കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ട് 2022 ആ ഒരു എക്സാം നടന്നത് അല്ലെ, ഡേറ്റ് ഓഫ് എക്സാം നടന്നത് 2022. സോ അന്നത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 63.67 മാർക്കാണ്. അപ്പോൾ ഈ ഒരു കട്ട് ഓഫ് നമ്മൾ ഇപ്പോഴത്തെ എക്സാമിന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അതായത് നിലവിലത്തെ സാഹചര്യം വ്യത്യാസമുണ്ട്, ക്വസ്റ്റ്യൻസിന്റെ പാറ്റേണിനകത്ത് വ്യത്യാസമുണ്ട്, കോമ്പറ്റീഷൻ ലെവലിലുള്ള വ്യത്യാസമുണ്ട്. സോ അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പഴയ കട്ട് ഓഫ് വെച്ച് ഒരിക്കലും നമ്മളുടെ ആ ഒരു നിലവാരം അല്ലെങ്കിൽ ആ ഒരു എക്സാമിന്റെ ഒരു ഒരിക്കലും നമുക്ക് ആ കട്ട് ഓഫ് നിശ്ചയിക്കാൻ കഴിയില്ല. ഓക്കെ, ഫൈൻ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ലാസ്റ്റ് മെയിൻ ലിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 299 പേരുടെ ഒരു ലിസ്റ്റ് ആയിരുന്നു. ഏകദേശം 300 പേരുടെ ലിസ്റ്റ് ആ ഒരു എന്താണ് ലാസ്റ്റ് എക്സാം നടന്നതിൽ നിന്ന് നമ്മൾ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഓക്കെ, ഫൈൻ. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇത്തരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിഞ്ഞ 76 അഡ്വൈസ് പോയ ഒരു തസ്തികയാണ്. സോ അത് ഇത്തവണ എന്താണ് അതിൽ കൂടാൻ സാധ്യത കൂടുതലാണെന്നുള്ളത് കൂടി മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ വേക്കൻസി എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നില്ല. കാര്യം ടെക്നിക്കൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 76 എന്നൊക്കെ പറഞ്ഞ വളരെ വലിയ ഒരു നമ്പർ ആണെന്നുള്ളത് നമുക്കറിയാം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു നല്ലൊരു അവസരമാണ് ഈ പറയുന്ന രീതിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ആ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് എക്സാം ക്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് ലാസ്റ്റ് നടന്ന, അതായത് കഴിഞ്ഞ പ്രീവിയസ് നോട്ടിഫിക്കേഷനിൽ നടന്ന എക്സാമുമായി ബന്ധപ്പെട്ട് ആ ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊന്ന് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആ ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ ടോപ്പിക് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ടോപ്പിക്കും അതിന്റെ മാർക്ക് വെയിറ്റേജുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ 13 മാർക്കിന് ഏകദേശം ഹാൻഡ് ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് വന്നത്. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഹാൻഡ് ടൂൾസ്, അപ്പൊ പ്ലംബിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ പ്ലംബർ ട്രേഡ് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചോളം ആ ഒരു ഉദ്യോഗാർത്ഥി പഠിക്കേണ്ട ടൂളുകൾ അല്ലെങ്കിൽ പഠിച്ചിരുന്ന ടൂളുകൾസ് എല്ലാം എന്താണ് ഇവിടെയും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ കോമൺ ആയിട്ടുള്ള ഹാൻഡ് ടൂൾസുകളെല്ലാം നമ്മൾ പഠിക്കണം.
അതുമായി ബന്ധപ്പെട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് അല്ലെ, ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് കംപ്ലീറ്റ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ 13 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ലാസ്റ്റ് എക്സാമിന് വന്നത്. ഓക്കെ, നെക്സ്റ്റ് ജോയിനിങ് മെത്തേഡ് ആണ്. ജോയിനിങ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അവിടെ പെർമനന്റ് ആയിട്ടുള്ള ജോയിനിങ് മെത്തേഡ് ഉണ്ട്, ടെമ്പററി ആയിട്ടുള്ള ജോയിനിങ് മെത്തേഡ് ഉണ്ട്. സോ ഫാസ്റ്റനേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ വെൽഡിങ്, അല്ലെങ്കിൽ ബ്രേസിങ്, അല്ലെങ്കിൽ സോൾഡറിങ്, അങ്ങനെയൊക്കെയുള്ള പെർമനന്റ് ആൻഡ് ടെമ്പററി ആയിട്ടുള്ള എന്താണ് ജോയിനിങ് മെത്തേഡ്സ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ അതിൽ നിന്നും 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കഴിഞ്ഞ തവണ കണ്ടത്. ഓക്കെ, പിന്നീട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് മേസണറി അല്ലെ, മേസണറി അല്ലെങ്കിൽ ബിൽഡിംഗ് മെറ്റീരിയൽ, അപ്പൊ സിവിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫോർ എക്സാമ്പിൾ ബിൽഡിംഗ് മെറ്റീരിയൽസിനകത്ത് സിമെന്റ്, അല്ലെങ്കിൽ ബ്രിക്ക്, ടിമ്പർ, അങ്ങനെയൊക്കെ ഉള്ള ബേസിക് ആയിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ ബിൽഡിംഗ് മെറ്റീരിയൽസിൽ നിന്നും വന്നിട്ടുള്ള ചോദ്യങ്ങളുടെ എണ്ണം കഴിഞ്ഞ എക്സാമിന് ഏകദേശം 15 ചോദ്യങ്ങൾ എന്താണ് ഇത്തരത്തിൽ മേസണറി അല്ലെങ്കിൽ ബിൽഡിംഗ് മെറ്റീരിയലുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ 4ാമത്തെ ഒരു ടോപ്പിക്കാണ്, പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് പൈപ്പ് ആൻഡ് പൈപ്പ് ഫിറ്റിംഗ്സ്. ഓക്കെ, പൈപ്പ് ആൻഡ് പൈപ്പ് ഫിറ്റിംഗ്സ് എന്ന് പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പല തരത്തിലുള്ള പൈപ്പുകളുണ്ട് അല്ലെ. അപ്പോൾ അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് ദ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ദ പൈപ്പ് അല്ലെ. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ PVC എന്ന് പറയുന്ന മെറ്റീരിയൽ യൂസ് ചെയ്യാറുണ്ട്, ആസ്ബെറ്റോസ് സിമെന്റ് AC പൈപ്പ് യൂസ് ചെയ്യാറുണ്ട്, DI പൈപ്പ് ഡക്ടൈൽ അയൺ പൈപ്പ് യൂസ് ചെയ്യാറുണ്ട്, സോ കാസ്റ്റ് അയൺ പൈപ്പ് യൂസ് ചെയ്യാറുണ്ട്, GI പൈപ്പ് ഗാൽവനൈസ്ഡ് അയൺ പൈപ്പ് യൂസ് ചെയ്യാം. അപ്പൊ നിരവധി പൈപ്പ് മെറ്റീരിയലുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന പൈപ്പ് ഫിറ്റിംഗ്സ് നമുക്കറിയാം, സാധാരണ സ്റ്റാൻഡേർഡ് ലെങ്ത് ഒരു 6 മീറ്റർ പൈപ്പ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. സോ ആ ഒരു പൈപ്പ് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ, ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ കപ്ലിങ്സ് യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ റെഡ്യൂസർ യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ എൻലാർജർ യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ, അല്ലെങ്കിൽ എൻഡ് ക്യാപ്പ്, അങ്ങനെ നിരവധി ഫിറ്റിംഗ്സുകൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പൈപ്പ് ആൻഡ് പൈപ്പ് ഫിറ്റിംഗ്സുമായി ബന്ധപ്പെട്ട് 21 മാർക്കിന്റെ ചോദ്യങ്ങളാണ് അല്ലെ. തന്നിരിക്കുന്നതിനകത്ത് ഏകദേശം കൂടുതൽ വെയിറ്റേജ് വരുന്ന ഒരു ഏരിയ ആണ് പൈപ്പും അതുമായി ബന്ധപ്പെട്ടുള്ള ഫിറ്റിംഗ്സുകൾ, അല്ലെങ്കിൽ പൈപ്പ് ജോയിന്റ്സുകൾ. സോ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പോൾ പ്ലംബേഴ്സിനെ സംബന്ധിച്ചോളം അല്ലെ, നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് പൈപ്പും അതിന്റെ ഫിറ്റിംഗ്സും, അല്ലെങ്കിൽ പൈപ്പ് ജോയിന്റ്സുകൾ ഏതൊക്കെയാണ്, ആ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ആ ഏരിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ അടുത്തതായിട്ട് നോക്കേണ്ടത് വാട്ടർ അല്ലെങ്കിൽ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പൊ ബേസിക് ആയിട്ടുള്ള വാട്ടർ, സോ വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാട്ടർ അല്ലെ, വെള്ളത്തിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്, വെള്ളത്തിന്റെ സ്റ്റാൻഡേർഡ് എങ്ങനെയാണ്, ഡ്രിങ്കിങ് വാട്ടറിന്റെ സ്റ്റാൻഡേർഡ് എങ്ങനെയാണ്, സോ കെമിക്കൽ ലൈക്ക് എന്തൊക്കെയാണ് അതിന്റെ കെമിക്കൽ കോമ്പോസിഷൻ ബേസിക് ആയിട്ട് വരുന്നുണ്ടാവുക. സോ അത്തരത്തിൽ വാട്ടറുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ദെൻ പ്ലംബിംഗ്, അതുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, 10 മാർക്ക്. ദെൻ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി ഫിറ്റിംഗ്സ്, സോ അത് ഇവിടെ 11 മാർക്കാണ് വന്നിട്ടുള്ളത്. ഡ്രെയിനേജ് സിസ്റ്റം അല്ലെ, ഇത്തരത്തിൽ വേസ്റ്റ് വാട്ടർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ട്. സോ ഡ്രെയിനേജ് സിസ്റ്റത്തിൽ നിന്ന് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വന്നു. ദെൻ ഫിക്സ്റ്റേഴ്സ് ഇൻ പ്ലംബിംഗ് അല്ലെ, പ്ലംബിംഗ്സിൽ അല്ലെങ്കിൽ പ്ലംബിംഗ് യൂസ് ചെയ്യുന്ന ഫിക്സ്റ്റേഴ്സുകൾ, ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് 17 മാർക്കാണ് വന്നത് അല്ലെ. സോ 17 മാർക്ക് ഫിക്സ്റ്റേഴ്സ് എന്ന് പറയുന്ന രീതിയിൽ നിന്ന് വന്നിട്ടുണ്ട് അല്ലെ. സോ അതുപോലെ തന്നെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് അല്ലെ, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് 3 ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, അതായത് ഒരു ITI പ്ലംബർ ട്രേഡ് പഠിക്കേണ്ട കുട്ടികൾ അവർ പഠിക്കുന്ന സിലബസ് അല്ലെ, അതായത് നമുക്കറിയാം പ്ലംബർ എന്ന് പറയുന്നത് 1 ഇയർ കോഴ്സാണ്. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് സെമസ്റ്ററുകളായിട്ട് അല്ലെങ്കിൽ കമ്പൈൻ ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു ടെക്സ്റ്റ് ബുക്കില് നമ്മൾ എന്തൊക്കെ ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നുണ്ടോ, സോ ആ എൻറ്റയർ സിലബസ് നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ലാസ്റ്റ് എക്സാമിന് നടന്ന അല്ലെങ്കിൽ ലാസ്റ്റ് എക്സാമിൽ ചോദിച്ചിട്ടുള്ള ചോദ്യവും അതുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക്കുമാണ് നമ്മളിവിടെ കണ്ടത്. സോ നമുക്കിനി എക്സ്പെക്ട് ചെയ്യുന്ന, അതായത് നമ്മളുടെ സിലബസ്, അതായത് റീസെന്റ് ആയിട്ട് നടന്ന എക്സാംസ്, കേരള PSCയുടെ തന്നെ സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നടന്ന ട്രേഡ്സ്മാൻ പ്ലംബർ അല്ലെങ്കിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബർ എക്സാം നമ്മൾ നോക്കുമ്പോൾ, സോ ബേസിക് ക്വാളിഫിക്കേഷൻ ഇത് ITI പ്ലംബിംഗ് തന്നെയാണ്. അപ്പൊ അവിടെ ഈ പറയുന്ന രീതിയിൽ ഇതിന്റെ സിലബസ് നമ്മൾ നോക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട സിലബസ് അല്ലെങ്കിൽ ടോപ്പിക്സുകളെല്ലാം തന്നെ അവിടെ ഉണ്ട്. സോ ഈ ഒരു സിലബസ് തന്നെ ആകണം നമ്മളുടെ വാട്ടർ അതോറിറ്റിയിലേക്കുള്ള മീറ്റർ റീഡർ തസ്തികയിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും. കാര്യം രണ്ടിനും കോമൺ ആയിട്ടുള്ള ആ ഒരു ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ആ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഉള്ള സിലബസ് തന്നെ ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ഫൈൻ. അപ്പോ ശ്രദ്ധിച്ചോളൂ, ഇവിടെ എക്സ്പെക്ടഡ് സിലബസിൽ
10 മോഡ്യൂളുകളായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. 10 മോഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഒന്നാമത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത് സേഫ്റ്റി മെഷേഴ്സ് ആണ്. സേഫ്റ്റി മെഷേഴ്സ്. അപ്പോൾ സേഫ്റ്റി മെഷേഴ്സും കോമൺ ഹാൻഡ് ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ് അല്ലെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് കോമൺ ഹാൻഡ് ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്, അതുപോലെ തന്നെ സേഫ്റ്റി മെഷേഴ്സ്. അപ്പോൾ സേഫ്റ്റി മെഷേഴ്സിൽ പ്രധാനമായിട്ടും നമുക്കറിയാം നമ്മൾ PPEs അല്ലെ, ദാറ്റ് ഈസ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, അല്ലെന്നുണ്ടെങ്കിൽ ഫയറുമായി ബന്ധപ്പെട്ട് സോ ആ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് എന്തൊക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ ആ ഒരു സേഫ്റ്റി മെഷേഴ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ജനറൽ പ്രിക്കോഷൻ ഇൻ പ്ലംബിംഗ് വർക്ക് ചെയ്യുന്ന സമയത്ത് ജനറൽ പ്രിക്കോഷൻ എന്തൊക്കെയാണ് എടുക്കേണ്ടതായിട്ടുള്ളത്. കോമൺ ഹാൻഡ് ടൂൾസ് ആൻഡ് എക്യുപ്മെന്റിലേക്ക് വരുമ്പോൾ മെഷറിംഗ് ആൻഡ് മാർക്കിംഗ് ടൂൾ വരുന്നുണ്ട്, കട്ടിംഗ് ടൂൾസ് വരുന്നുണ്ട്, പ്ലംബിംഗ് ടൂൾസ് വരുന്നുണ്ട്, and various types of machineries, equipment and its operation. Okay, അപ്പോൾ കോമൺ ഹാൻഡ് ടൂൾസ് ബേസിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലംബിംഗ് ഒരു പ്ലംബറെ സംബന്ധിച്ചോളം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പം പൈപ്പ് റെഞ്ച് യൂസ് ചെയ്യുന്നുണ്ടാകും, അല്ലെങ്കിൽ സ്പാനേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടാകും, ഓക്കെ, അല്ലെങ്കിൽ പൈപ്പ് വൈസ് യൂസ് ചെയ്യുന്നുണ്ടാകും. സോ അങ്ങനെയൊക്കെയുള്ള നിരവധി എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ മെഷീനറീസ് ഒക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ ഹാക്സോ ബ്ലേഡ്, PVC കട്ട് ചെയ്യാൻ ഹാക്സോ ബ്ലേഡ് അല്ലെങ്കിൽ കട്ടർ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, വെൽഡിംഗ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ അങ്ങനെയൊക്കെയുള്ള നിരവധി ഓപ്പറേഷൻസ് നമ്മൾ അവിടെ ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം അല്ലെ. സോ അവിടെ കട്ട് ചെയ്യാനുള്ള കട്ടിംഗ് ടൂൾസ്, മറ്റ് പ്ലംബിംഗ് ടൂൾസുകൾ, വേരിയസ് മെഷീനറീസ്, എക്യുപ്മെന്റ്സ്, ഓപ്പറേഷൻ ഒക്കെ നമ്മൾ ആ ഒരു മൊഡ്യൂളിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ മൊഡ്യൂളിൽ നിന്നും 10 മാർക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ 10 മാർക്കിന്റെ വെയിറ്റേജ് ആണ്. അപ്പൊ എല്ലാ മൊഡ്യൂളും 10 മാർക്കിന്റെ വെയിറ്റേജ് തന്നെയാണ് പോകുന്നത്. രണ്ടാമത്തെ മൊഡ്യൂൾ നോക്കിയേ, മെറ്റൽസ് ആൻഡ് പൈപ്പ് ഫിറ്റിംഗ്സ്. സോ രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് വരാം. സോ ഒന്നാമത്തെ മൊഡ്യൂളിൽ നിന്ന് 10 മാർക്ക് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് നേടാവുന്നതേ ഉള്ളൂ. നമുക്കറിയാം ബേസിക് ആയിട്ടുള്ള ഹാൻഡ് ടൂൾസ്, എക്യുപ്മെന്റ്സ്, സേഫ്റ്റി മെഷേഴ്സ് ആണ്. സോ ഈ പറയുന്ന ടോപ്പിക്കുകളെല്ലാം തന്നെ ടോപ്പിക് വൈസ് മോഡ്യൂൾ തിരിച്ച് നമ്മൾ വീഡിയോ ലൈബ്രറീസ് നമുക്ക് അവൈലബിൾ ആണ്. സോ അതിൽ നിന്നും നമുക്ക് ഓരോ മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻസ് ഉണ്ടാകും. സോ ഇത്തരത്തിൽ അതിൽ ഓരോ മൊഡ്യൂളും നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ അത് പഠിച്ച് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാകും, ആ ഒരു മൊഡ്യൂളുമായി ബന്ധപ്പെട്ടുള്ള ഡൗട്ട്സ് എല്ലാം തന്നെ ക്ലിയർ ചെയ്തായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക. സോ ആ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കഴിയുമ്പോൾ തന്നെ ഒന്നാമത്തെ മൊഡ്യൂൾ നമുക്ക് പക്കയാവും. സോ ആ ഒരു ഒന്നാമത്തെ മൊഡ്യൂളിൽ നിന്നും 10 മാർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാകും, കൃത്യമായിട്ട് 10 മാർക്ക് നേടുന്ന തരത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, മാറേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയായിരിക്കും നമ്മളുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സോ രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ മെറ്റൽസും അതുപോലെ തന്നെ പൈപ്പ് ആൻഡ് പൈപ്പ് ഫിറ്റിംഗ്സും ആണ്. ഓക്കെ, മെറ്റൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട് മെറ്റൽസ് ഫെറസ് ആൻഡ് നോൺ ഫെറസ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ടാകും. സോ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ്, അതുപോലെ തന്നെ അലോയ്സ്, പ്രധാനപ്പെട്ട അലോയ്സ്. അപ്പം ഫോർ എക്സാമ്പിൾ സ്റ്റീല് നമ്മൾ കൃത്യമായിട്ട്, അല്ലെങ്കിൽ ബ്രാസ്, അല്ലെങ്കിൽ ബ്രോൺസ്, അങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട അലോയ്സ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. മെറ്റൽസിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ പൈപ്പ് ഫിറ്റിംഗ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പൈപ്പ് ഉണ്ട് അല്ലെ, പല തരത്തിലുള്ള പൈപ്പ് ഉണ്ട്. സോ അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സൈസ് നമുക്കറിയാം. അപ്പം ലൈക്ക് 25 mm അല്ലെങ്കിൽ 50 mm, ഫോർ എക്സാമ്പിൾ 50 mm, അല്ലെങ്കിൽ 63ന്റെ പൈപ്പ്, അല്ലെങ്കിൽ 75 mm പൈപ്പ്, അല്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ 90 mm പൈപ്പ്, 110, 140, അങ്ങനെ ഡിഫറെന്റ് സൈസസിൽ നമുക്ക്, അതായത് ഡയമീറ്ററിൽ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡയമീറ്റർ പൈപ്പിന്റെ വേരിയസ് സൈസ് നമുക്കറിയാം. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ മെറ്റീരിയൽ യൂസ്ഡ് അല്ലെ, മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യാനുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ PVC പൈപ്പ്, അല്ലെങ്കിൽ ASTM പൈപ്പ്, അല്ലെന്നുണ്ടെങ്കിൽ AC പൈപ്പ്, അല്ലെങ്കിൽ DI, GI, അങ്ങനെ നിരവധി പൈപ്പ് മെറ്റീരിയൽസ് നമുക്കറിയാം അല്ലെ. സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പൈപ്പ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ, മെത്തേഡ് ഓഫ് മാനുഫാക്ചറിങ്, എങ്ങനെയാണ് ഈ പൈപ്പ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ടാവുക. സോ വലിയ പൈപ്പുകളൊക്കെ കാസ്റ്റിംഗ്, സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. പ്ലാസ്റ്റിക് ഇഞ്ചക്ഷൻ മോൾഡിംഗ്, എക്സ്ട്രൂഷൻ പ്രോസസ് യൂസ് ചെയ്യാറുണ്ട്. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സൈസസ് ആൻഡ് മെറ്റീരിയൽ യൂസ്ഡ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാകും, അവിടെ ക്ലാസിഫിക്കേഷൻ ലൈക്ക് മെത്തേഡ് ഓഫ് മാനുഫാക്ചറിങ് ഡിഫറെന്റ് ആയിരിക്കും. സോ വേരിയസ് ടൈപ്സ് ഓഫ് പൈപ്പ് ഫിറ്റിംഗ്സ് അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു പൈപ്പിന്റെ സ്റ്റാൻഡേർഡ് 2 to 6 mm 6 എന്താണ് മീറ്റർ ആണ് സൈസ് എന്ന് പറയുന്നുണ്ടാവുക. സോ ആ സൈസ് വേരി ചെയ്യുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന നീളത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാകും, പൈപ്പ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ആഡ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്താണ് അവിടെ ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. സോ അവിടെ നമ്മൾ ഇത്തരത്തിൽ കപ്ലിങ്സ് അല്ലെങ്കിൽ മറ്റ് ഫിറ്റിംഗ്സുകൾ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക,
അതിനെ കണക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ ഫിറ്റിംഗ്സ്, ഏതൊക്കെ തരത്തിലുള്ള പൈപ്പ് ഫിറ്റിംഗ്സുകളുണ്ട്, പൈപ്പ് ജോയിന്റ്സുകൾ ഏതൊക്കെയാണെന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതാണ് രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത്. 10 മാർക്കാണ് രണ്ടാമത്തെ മൊഡ്യൂൾ. ഓക്കെ, ആദ്യത്തെ 2 മൊഡ്യൂളുകൾ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നമുക്കറിയാം അല്ലെ. എല്ലാ മൊഡ്യൂളുകളും ഇമ്പോർട്ടന്റ് ആണ്. കാര്യം എല്ലാ മൊഡ്യൂളിലും വെയിറ്റേജ് ഒരേപോലെയാണ് കൊടുത്തിരിക്കുന്നത്. 10 മാർക്കിന്റെ വെയിറ്റേജ് ആണ് എല്ലാ മൊഡ്യൂളിലും കൊടുത്തിരിക്കുന്നത്. സോ മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് വാട്ടർ ആൻഡ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ ആണ്. സോ വെള്ളവുമായി ബന്ധപ്പെട്ട് വെള്ളത്തിന്റെ സോഴ്സസ് നമുക്കറിയാം. കുളങ്ങളുണ്ട്, അല്ലെങ്കിൽ വെല്ലുണ്ട്, അല്ലെങ്കിൽ പുഴകളുണ്ട്, ലേക്ക് ഉണ്ട്. അപ്പൊ അങ്ങനെ നിരവധി സോഴ്സസ് ഓഫ് വാട്ടർ നമുക്ക് അവൈലബിൾ ആണ്. സോ അവിടെയൊക്കെയുള്ള ഇമ്പ്യൂരിറ്റീസ് എങ്ങനെയാണ്, വെള്ളത്തിൽ ഉണ്ടാകുന്ന ഇമ്പ്യൂരിറ്റീസ് എന്തൊക്കെയാണ്, സോ വെള്ളത്തിനെ എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു, ആ ട്രീറ്റ് ചെയ്യപ്പെടുന്ന വെള്ളം അത് പ്യുവർ ആണോ എന്ന് എങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നു, സോ എന്തൊക്കെ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെയുള്ള ബേസിക് കാര്യങ്ങൾ വാട്ടറിന്റെ ഒരു സെഷനിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് പൈപ്പ് ലേ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. നമുക്ക് വേണ്ടുന്ന രീതിയിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ലേയിങ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ പൈപ്പ്, ദെൻ ഈ പൈപ്പ് ലൈനിന്റെ ടെസ്റ്റിംഗ്. അപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ പ്രഷർ ടെസ്റ്റ് ചെയ്യാറുണ്ട്. സോ പൈപ്പിലൂടെ എന്താണ് പ്രഷറിൽ ഹൈ പ്രഷറിൽ വെള്ളത്തെ നമ്മൾ ഇഞ്ചെക്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, പൈപ്പിന്റെ ആ ഒരു ജോയിന്റ് ഒക്കെ ലീക്ക് പ്രൂഫ് ആണോ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ പൈപ്പിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക. സോ അത്തരത്തിൽ ടെസ്റ്റ് നമ്മൾ ചെയ്യാറുണ്ട്, ടെസ്റ്റ് അടിക്കാറുണ്ട്, നമ്മൾ ടെസ്റ്റ് ചെയ്യാറുണ്ട് പൈപ്പ് ലൈൻസിൽ. അപ്പോൾ ഡൊമസ്റ്റിക് വാട്ടർ കണക്ഷൻ എന്ന് പറയുമ്പോൾ വീടുകളിലേക്കൊക്കെ അല്ലെ, ഗാർഹിക വാട്ടറിന്റെ കണക്ഷൻ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇത്തരത്തിൽ ആ ഒരു മീറ്റർ ലൈക്ക് വാട്ടർ മീറ്റർ ഉണ്ടാവും. ദെൻ അവിടെ ഒരു വാൽവ് കാണാറുണ്ട്. സോ ഒരു ടാപ്പ് വെക്കാറുണ്ട്, എയർ വാൽവ് വെക്കാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡൊമസ്റ്റിക് വാട്ടർ കണക്ഷനുമായി ബന്ധപ്പെട്ട്. ദെൻ റിസർവോയേഴ്സ് എന്ന് പറഞ്ഞ ഡാമും റിസർവോയറും ഒക്കെയാണ്. അത്തരത്തിൽ വെള്ളം വാട്ടറുമായി ബന്ധപ്പെട്ട് റിസർവോയേഴ്സ് ഏതൊക്കെയാണെന്നൊക്കെയുള്ള ഒരു കാര്യങ്ങളാണ് അവിടെ പഠിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അവിടെ 10 മാർക്കിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ആ ഒരു മൊഡ്യൂൾ 3 എന്ന് പറയുന്നത്. സോ മൊഡ്യൂൾ 4ലേക്ക് വരുമ്പോൾ പമ്പും പമ്പിങ്ങും ആണ്. സോ യൂസ് ഓഫ് പമ്പ് നമുക്കറിയാം. ഈ പറയുന്ന വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യണം, പമ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. അവിടെ ഏതൊക്കെ ടൈപ്പ് പമ്പുകളാണ്, ഫോർ എക്സാമ്പിൾ സെൻട്രിഫ്യൂഗൽ പമ്പ്, അല്ലെങ്കിൽ റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പമ്പ് നമുക്ക് അവൈലബിൾ ആണ്. പമ്പിങ്ങിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, സോ പമ്പിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് റിപ്പയറിംഗ് മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്. സോ ഈ പറയുന്ന പമ്പ് ചെയ്യുന്ന വാട്ടർ നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഓവർ ഹെഡ് ടാങ്കുകൾ OHSR ഉണ്ടാകും, അല്ലെങ്കിൽ സമ്പ് ഉണ്ടാകും. സോ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അത് സ്റ്റോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെയൊക്കെ പിന്നെ ഈ പറയുന്ന വർക്കിംഗ് മെത്തേഡ്, പൊതുവെയുള്ള കോമൺ ആയിട്ടുള്ള വർക്കിംഗ് മെത്തേഡ്സുകൾ എന്താണെന്നൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. സോ അത് 4ാമത്തെ മൊഡ്യൂളിലാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്, പമ്പ് ആൻഡ് പമ്പിങ്ങുമായി ബന്ധപ്പെട്ട്. സോ അതും 10 മാർക്കിന്റെ ഒരു വെയിറ്റേജ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ പറയുന്ന സേഫ്റ്റി കഴിഞ്ഞു, അല്ലെങ്കിൽ ബേസിക് ടൂൾസ് കഴിഞ്ഞു. ഓക്കെ, പിന്നീട് പൈപ്പ് ആൻഡ് പൈപ്പ് ഫിറ്റിംഗ്സ് കഴിഞ്ഞു, വാട്ടറുമായി ബന്ധപ്പെട്ട വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞു. പിന്നീട് പമ്പ് ചെയ്യാനുള്ള പമ്പിംഗ് മെത്തേഡ്സുകൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഈ പറയുന്ന യൂസ് ചെയ്യുന്ന പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് പ്രധാനമായിട്ടും. ഓക്കെ, പത്രത്തിൽ സോയിൽ ഫിറ്റിംഗ്സ് ഉണ്ട്, അതുപോലെ തന്നെ വേസ്റ്റ് ഫിറ്റിംഗ്സ് ഉണ്ട്. സോ നമ്മളുടെ സീവറേജ് അല്ലെങ്കിൽ വേസ്റ്റ് ഫിറ്റിംഗ്സ് നമുക്ക് അവൈലബിൾ ആണ്. ടാപ്സ് ആൻഡ് വാൽവ് അല്ലെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാൽവ്. സോ വാൽവ് നമ്മളെ സംബന്ധിച്ചോളം ഒരു പ്ലംബറെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ വി നീഡ് ടു കൺട്രോൾ ദ ഫ്ലോ ഓഫ് വാട്ടർ അല്ലെ, വെള്ളത്തിന്റെ ഒരു ഫ്ലോ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാന്നുള്ളത്, വെള്ളത്തെ കൺട്രോൾ ചെയ്യാനാണ് ഇത്തരത്തിൽ വാൽവുകൾ യൂസ് ചെയ്യുന്നത് നമുക്കറിയാം അല്ലെ. അതുപോലെ തന്നെ ട്രാപ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഇത്തരത്തിൽ ക്ലോസറ്റ്സിലൊക്കെ നമ്മൾ അല്ലെങ്കിൽ വാഷ് ബേസിലൊക്കെ നമ്മൾ ട്രാപ്സ് യൂസ് ചെയ്യാറുണ്ട്. സോ ആ ഫൗൾ സ്മെല്ല് നമുക്ക് താരിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രാപ്സ്, അപ്പൊ ഡിഫറെന്റ് പി ട്രാപ്പ്, ക്യൂ ട്രാപ്പ്, അങ്ങനെയൊക്കെയുള്ള നിരവധി ട്രാപ്പുകൾ നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ ഫ്ലഷിംഗ് സിസ്റ്റംസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലഷിംഗ് സിസ്റ്റംസ്, ദെൻ മോഡേൺ എക്യുപ്മെന്റ്സ്, അതുപോലെ തന്നെ പ്ലംബിംഗ് സിംബൽസ് അല്ലെ. ഇത്തരത്തിൽ ഡ്രോയിങ്സ് നമ്മൾ പ്ലംബിങ്ങിന്റെ ഡ്രോയിങ്സ് നമ്മൾ വരയ്ക്കുന്നുണ്ടാകും. സോ പ്ലംബിംഗ് ഡ്രോയിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡ്രോയിങ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു സിസ്റ്റം എങ്ങനെയാണ്, പ്ലംബിങ്ങിന്റെ സിസ്റ്റം എങ്ങനെയാണ് പോയിരിക്കുന്നത്, എന്തൊക്കെ എവിടെയൊക്കെ ഉണ്ട്, സോ അത് നമുക്ക് റീഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ പ്രോപ്പറായിട്ട് ആ ഒരു പ്ലംബിങ്ങിന്റെ ഡ്രോയിങ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അവിടെ യൂസ് ചെയ്തിട്ടുള്ള സിംബൽസ് മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ 5ാമത്തെ മൊഡ്യൂള് പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി ഫിറ്റിംഗ്സുമായി ബന്ധപ്പെട്ട് എന്താണ്, സോ 10 മാർക്സ് ആണ് നമുക്ക് അവിടെ കൊടുത്തിരിക്കുന്ന വെയിറ്റേജ്. ഓക്കെ, അപ്പൊ അതും ഓക്കെയാണ്, പഠിക്കേണ്ട എന്താന്നുള്ള ഒരു ഐഡിയ കിട്ടി. പിന്നീട് 6ാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോഴാണ് ഫാസ്റ്റനിങ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് അല്ലെ, ഫാസ്റ്റനിങ്. അപ്പോൾ ഫാസ്റ്റനിങ്ങിനകത്ത് നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാസ്റ്റനിങ്, ലൈക്ക് പെർമനന്റ് ആയിട്ടുള്ള ഫാസ്റ്റനിങ് മെത്തേഡുകളുണ്ട്, ടെമ്പററി ആയിട്ടുള്ള ഫാസ്റ്റനിങ് മെത്തേഡുകളുണ്ട്. സോ അതിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസുകൾ, എക്യുപ്മെന്റ്, ഫാസ്റ്റനിങ് മെറ്റീരിയൽസ് അല്ലെ, ഫാസ്റ്റൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും 6ാമത്തെ മൊഡ്യൂള്. അതും 10 മാർക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ,
സോ 7ാമത്തെ മൊഡ്യൂളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് സിസ്റ്റം ഇൻ ഹൗസ് ഡ്രെയിനേജ്, അല്ലെ, ഹൗസ് ഡ്രെയിനേജിൽ നമ്മൾ ഡ്രെയിനേജുമായി ബന്ധപ്പെട്ട് അപ്പം നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന സിസ്റ്റം എങ്ങനെയാണ്, അതുപോലെ തന്നെ ഹൗസ് ഡ്രെയിനേജ് ലൈൻസ് നമ്മൾ എങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ വേസ്റ്റ് സ്റ്റോറേജ് ടാങ്ക് എങ്ങനെയാണ്, സോ വെന്റിലേറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണ്, പബ്ലിക് സീവർ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, സോ അതിന്റെ ബേസിക് പാർട്ടുകൾ ഏതൊക്കെയാണ്, ഇൻസ്പെക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഡ്രെയിനേജ് ലൈനുമായി ബന്ധപ്പെട്ട് ഇൻസ്പെക്ഷൻ ചേംബർ, അങ്ങനെയൊക്കെയുള്ള നിരവധി ചേംബേഴ്സ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഡ്രെയിനേജ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഡ്രെയിനേജ് സിസ്റ്റം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 10 മാർക്കാണ് അതിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, 8ാമത്തെ മൊഡ്യൂളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ജോയിനിങ് ആൻഡ് ലേയിങ് ഓഫ് പൈപ്പ് ലൈൻ, അല്ലെ, ഇത്തരത്തിൽ ഈ പൈപ്പുകൾ എങ്ങനെ ജോയിൻ ചെയ്യും. നമുക്ക് നേരത്തെ പറഞ്ഞു പൈപ്പ് ജോയിന്റ്സുകൾ അവൈലബിൾ ആണ്, അല്ലെ, പൈപ്പ് ജോയിന്റ്സുകൾ അവൈലബിൾ. അപ്പൊ ഈ പൈപ്പ് ജോയിന്റുകൾ ഏതൊക്കെയാണ്, വേരിയസ് ടൈപ്സ് ഓഫ് പൈപ്പ് ജോയിന്റ്, പ്രധാനപ്പെട്ട പൈപ്പ് ജോയിന്റുകൾ ഏതൊക്കെയാണ്, ഈ പറയുന്ന പൈപ്പുകൾ ഏത് രീതിയിലാണ് അവിടെ പൈപ്പ് ജോയിൻ ചെയ്യുന്നത്, ജോയിനിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റ് മെറ്റീരിയലുകൾ ഏതൊക്കെയാണ്, ഇത്തരത്തിൽ മെത്തേഡ് ഓഫ് ട്രെഞ്ചിങ് ആൻഡ് ലേയിങ് ഓഫ് പൈപ്പ്. ഈ പറയുന്ന പൈപ്പ് ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ട്രെഞ്ചസ് എടുക്കണം, അല്ലെ, അതായത് കുഴികൾ എടുക്കണം. സോ ആ ഒരു കുഴി എത്രത്തോളം വിഡ്ത്ത് മെയിൻറ്റെയിൻ ചെയ്യണം, എത്രത്തോളം ഡെപ്ത് മെയിൻറ്റെയിൻ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സൈസ് ഓഫ് ദ പൈപ്പ്, അല്ലെ, പൈപ്പിന്റെ സൈസ് അല്ലെങ്കിൽ പൈപ്പിന്റെ മെറ്റീരിയലിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ജോയിനിങ് ആൻഡ് ലേയിങ് ഓഫ് പൈപ്പ് ലൈൻസ്, അല്ലെ, ലേ ചെയ്യുന്നത് എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അവിടെയും എന്താണ് 10 മാർക്കിന്റെ ഒരു വെയിറ്റേജ് ആണ് അവിടെ നമുക്ക് കാണുന്നത്. സോ എല്ലാ മൊഡ്യൂളിലും 10 മാർക്ക് തന്നെയാണ്. ദെൻ മേസൺട്രിയുമായി ബന്ധപ്പെട്ട്, ഓക്കെ, മേസൺട്രിയുമായി ബന്ധപ്പെട്ട് ബേസിക് ആയിട്ടുള്ള സിവിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. സോ മേസൺ ഹാൻഡ് ടൂൾസ്, പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന ഹാൻഡ് ടൂൾസുകൾ ഏതൊക്കെയാണ്, മെഷീൻസ് ഏതൊക്കെയാണ്, എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ്, സോ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ, ഫോർ എക്സാമ്പിൾ സിമെന്റ്, കോൺക്രീറ്റ്, അങ്ങനെയൊക്കെയുള്ള മെറ്റീരിയൽ, അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്, ടൈപ്സ് ഓഫ് മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ, ഈ പറയുന്ന കൺസ്ട്രക്ഷൻ മെത്തേഡ് ഏതൊക്കെയാണ്. സോ അവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്, അപ്പം കൺസ്ട്രക്ഷൻ നമ്മൾ ആ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫോർ എക്സാമ്പിൾ കോൺക്രീറ്റിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനുള്ള മെത്തേഡുകൾ ഏതൊക്കെയാണ്. ദെൻ സ്കഫോൾഡിങ്സ് യൂസ് ചെയ്യാറുണ്ട്, അല്ലെ, അപ്പൊ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ നമ്മൾ സാധാരണ സ്കഫോൾഡിങ്സ് യൂസ് ചെയ്യാറുണ്ട്. സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കഫോൾഡിങ്സ് ഏതൊക്കെയാണ്, അതിന്റെ പ്രത്യേകതകളൊക്കെ നമുക്ക് 9ാമത്തെ മൊഡ്യൂൾ ആയിട്ടുള്ള മേസൺട്രിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത്. സോ ലാസ്റ്റ് മൊഡ്യൂളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, സോ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് അതുപോലെ അല്ലെങ്കിൽ ഹീറ്റിംഗ് സിസ്റ്റം ആണ് പ്രധാനമായിട്ടുള്ളത്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് അല്ലെങ്കിൽ ഹീറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഇവിടെ നോക്കി അഡ്വാൻറ്റേജസ് ഓഫ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. ഇപ്പം നമുക്കറിയാം മഴവെള്ളം നമ്മൾ സംഭരിക്കുന്നുണ്ടാകും. സോ മഴവെള്ള സംഭരണിയാണ് ഉദ്ദേശിക്കുന്നത്. സോ അത്തരത്തിൽ ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗിന്റെ അഡ്വാൻറ്റേജ് എന്താണ്, മെത്തേഡ്സ് ഓഫ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, ഇപ്പം ഏതൊക്കെ മെത്തേഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. പിന്നീട് ഹീറ്റിംഗ് സിസ്റ്റം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹീറ്റിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇത്തരത്തിൽ വെള്ളം ചൂടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗീസേഴ്സ് അല്ലെങ്കിൽ വാട്ടർ ഹീറ്റേഴ്സ് ഒക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ വാട്ടർ ഹീറ്റർ എന്ന് പറയുന്നതിന്റെ ബേസിക് കോൺസെപ്റ്റ് എന്താണ്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വെള്ളത്തിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളം പോകുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ ലൈൻ ഉണ്ടാകും, ചൂടുവെള്ളം പോകുന്ന മറ്റൊരു ഡിസ്ട്രിബ്യൂഷൻ ലൈൻ ഉണ്ടാകും. അപ്പൊ അതിന്റെ ഈ പറഞ്ഞ കോൾഡ് ആൻഡ് ഹോട്ട് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എങ്ങനെയാണ്, ഏതൊക്കെ പൈപ്പ് എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിക്കണം. പിന്നീട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള സോളാർ വാട്ടർ ഹീറ്റർ സിസ്റ്റം, അല്ലെ, സോളാർ വാട്ടർ ഹീറ്റർ, അതുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രധാനപ്പെട്ട പാർട്സ് എന്തൊക്കെയാണ്, സോ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ, സോ അത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ് ഹീറ്റും ടെമ്പറേച്ചറും, വളരെ ഡെപ്തിൽ നമ്മൾ ഹീറ്റിന്റെ മെഷർമെന്റ് എങ്ങനെയാണ്, ഹീറ്റിന്റെ ബേസിക് യൂണിറ്റ്, ടെമ്പറേച്ചറിന്റെ മെഷർമെന്റുമായി ബന്ധപ്പെട്ട് ടെമ്പറേച്ചറിന്റെ ബേസിക് യൂണിറ്റ്, ദെൻ ടൈപ്സ് ഓഫ് ഹീറ്റിംഗ് സിസ്റ്റം, അല്ലെ, ഇത്തരത്തിൽ ഹീറ്റ് ചെയ്യാനുള്ള സിസ്റ്റത്തിന്റെ ടൈപ്പ് ഏതൊക്കെ ടൈപ്പ് ആണെന്നൊക്കെ ഉള്ളതാണ് പ്രധാനമായിട്ടും ആ ഒരു മൊഡ്യൂളിൽ പഠിക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ 10ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് എന്താണ്, ഇത്തരത്തിൽ ഹീറ്റിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതുകൊണ്ട് മനസ്സിലാക്കിയിരിക്കാം. അപ്പോൾ ഈ പറയുന്ന 10 മൊഡ്യൂളുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു ITI പ്ലംബിംഗ് ട്രേഡ് കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥിയുടെ ആ ഒരു ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 ടോപ്പിക്കുകൾ തന്നെയാണ് നമുക്ക് ഈ ഒരു സിലബസിൽ കാണാൻ സാധിക്കുന്നത്. സോ ഈ പറഞ്ഞ 10 ടോപ്പിക്കുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ തന്നെ എന്താണ് ഓരോ ടോപ്പിക്സുകളും ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. സോ അത് കൂടാതെ അഡീഷണൽ ആയിട്ടുള്ള ടോപ്പിക്സ് കൂടി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ എന്നിരുന്നാൽ മാത്രമേ നമുക്ക് എന്താണ് കൃത്യമായിട്ടുള്ള എക്സാമിന് നമുക്ക് എന്താണ് ആ ഒരു കൃത്യമായിട്ടുള്ള ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുള്ളൂ. പലപ്പോഴും നമ്മൾ ഈ പറയുന്ന എക്സാംസിൽ അല്ലെങ്കിൽ
MCQ ക്വസ്റ്റ്യൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 4 ഓപ്ഷൻസ് ഉണ്ടാകും. ഈ 4 ഓപ്ഷനിൽ ചിലപ്പോൾ 3 നമുക്ക് കേട്ടിട്ടില്ലാത്ത ഒരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ ഒരെണ്ണമായിരിക്കും കേട്ടിട്ടുണ്ടാവുക. അപ്പൊ കേട്ടത് എന്താണ് എല്ലായ്പ്പോഴും ശരിയാകണമെന്നൊന്നുമില്ല. അപ്പോൾ ഇത്തരത്തിൽ ഈ 4 ഓപ്ഷനുകളും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട്, അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ഒന്നും അറിയില്ല, 3 ഓപ്ഷൻ കൃത്യമായിട്ട് അറിയാം എന്തൊക്കെയാണെന്നുള്ളത്. സോ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ അറിയാവുന്ന 3 ഓപ്ഷൻ എന്താണ് ഉത്തരമല്ല എന്നുണ്ടെങ്കിൽ ഉത്തരം എന്ന് പറയുന്നത് എന്തായിരിക്കും? 4ാമത്തെ ഓപ്ഷൻ ആയിരിക്കും അല്ലെ. അപ്പൊ അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ആ രീതിയിൽ ചിന്തിക്കാനുള്ള രീതിയിലേക്ക് നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട്. ഫൈൻ. അപ്പോൾ ഇത്തരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ പറയുന്ന 10 മൊഡ്യൂളുകളും. ഓരോ മൊഡ്യൂളുകളിൽ നിന്ന് 10 മാർക്കാണെന്നുള്ളത് മനസ്സിലായി. സോ ഓരോ മൊഡ്യൂളുകളും നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ മോഡ്യൂൾ വൈസിൽ തന്നെ അല്ലെ, ഈ പറയുന്ന മോഡ്യൂൾ വൈസ് തന്നെ നമുക്ക് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആണ്. അപ്പൊ ഈ പറയുന്ന ഓരോ മോഡ്യൂൾ വൈസ് വീഡിയോസ് അല്ലെങ്കിൽ റെക്കോർഡഡ് സെഷൻസ് നമ്മൾ കണ്ടതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള നോട്ട്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും. സോ നോട്ട്സ് വായിച്ചു നോക്കാം, അഡീഷണൽ പോയിന്റ്സുകൾ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. ദെൻ ആ ഒരു മൊഡ്യൂളുമായി ബന്ധപ്പെട്ടുള്ള ടെസ്റ്റുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാകും. സോ ടെസ്റ്റ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. സോ ആ ഒരു ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് മാക്സിമം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. സോ ആ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഡൗട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ലൈവ് സെഷൻസിൽ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് റിവൈസ് ചെയ്ത് അല്ലെങ്കിൽ ഒന്നുകൂടെ അത് ക്ലാരിഫൈ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലായിരിക്കും നമ്മളുടെ പാറ്റേൺ എന്ന് പറയുന്നുണ്ടാവുക. സോ ഇപ്പോൾ നിലവിലത്തെ ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6 months ആണ് നമുക്ക് മാക്സിമം നമുക്ക് ടൈം കിട്ടുന്നുണ്ടാവുക. സോ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു 6 മാസത്തിനകത്ത് അല്ലെങ്കിൽ ഒരു 6 മാസം കഴിയുമ്പോൾ അതിന്റെ എക്സാംസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ എല്ലായ്പ്പോഴും നമുക്ക് ആ ഒരു 6 months നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു വിത്തിൻ 4 months നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്സിലെല്ലാം തന്നെ കവർ ആക്കുക. റിമൈനിങ് ആയിട്ടുള്ള 2 months എന്താണ് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് അല്ലെ. സോ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 10 മൊഡ്യൂളുകൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക, അല്ലെങ്കിൽ ആ ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് റെഫറൻസ് ബുക്കിലേക്കാണ് വരുന്നത്. അപ്പൊ റെഫറൻസ് ബുക്ക് എന്ന് പറയുമ്പോൾ നിമിയുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് നമ്മുടെ റെഫറൻസ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പഠിക്കേണ്ട ടെക്സ്റ്റ് ബുക്ക് എന്താണ്? നിമിയുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. സോ പ്ലംബർ ട്രേഡിന്റെ SQF ലെവൽ 4 അവൈലബിൾ ആണ്. സോ വോളിയം 1 and 2 ട്രേഡ് തിയറി പഠിക്കുക. സോ ആ ഒരു 2 ടെക്സ്റ്റ് ബുക്കുകളാണുള്ളത്. 1 year കോഴ്സ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് നമുക്ക് അവൈലബിൾ ആയിരിക്കും. 2 സെമസ്റ്ററും കമ്പൈൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സെമസ്റ്റർ വൈസ് ഉള്ളത് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അത്തരത്തിൽ നിമിയുടെ ടെക്സ്റ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. പ്ലംബർ ട്രേഡിനുള്ള നിമിയുടെ ടെക്സ്റ്റ് ഫോളോ ചെയ്യുക. പിന്നീട് റെഫറൻസിന് വേണ്ടിയിട്ട് പ്ലംബർ തിയറി ബൈ മനീഷ് ശർമ്മ NK പബ്ലിഷേഴ്സിന്റെ ബുക്ക് അവൈലബിൾ ആണ്. സോ NK പബ്ലിഷേഴ്സിന്റെ ബുക്ക് അവൈലബിൾ ആണ്. അല്ലെന്നുണ്ടെങ്കിൽ ഏഷ്യൻ പബ്ലിഷേഴ്സിന്റെ ഒക്കെ ബുക്സ് നമുക്ക് അവൈലബിൾ ആണ്. സോ ആ ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, അഡീഷണൽ ആയിട്ടുള്ള റെഫറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഫൈൻ. ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലായ്പ്പോഴും നിമിയുടെ ടെക്സ്റ്റ് തന്നെ ഫോളോ അപ്പ് ചെയ്യുക കേട്ടോ. എല്ലായ്പ്പോഴും നിമിയുടെ ടെക്സ്റ്റ് തന്നെ ഫോളോ അപ്പ് ചെയ്യുക. നിലവിലുള്ള സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ കഴിഞ്ഞ എക്സാമിന്റെ ഒരു കട്ട് ഓഫ് ആയിരിക്കില്ല പ്രധാനമായിട്ടും ഇനി വരുന്ന എക്സാമിന് എന്നുള്ളത് നമുക്കറിയാം അല്ലെ. അപ്പോൾ അവിടെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യന്റെ പാറ്റേൺ വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ കോമ്പറ്റീഷൻ ലെവലിലുള്ള വ്യത്യാസമുണ്ട്. സോ ഓരോ മാർക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഓരോ മാർക്കും അല്ലെങ്കിൽ ഓരോ മൊഡ്യൂളുകളും നമ്മൾ എന്ത് ചെയ്യുക? വളരെ വൃത്തിയായിട്ട് കവർ ചെയ്ത് മുന്നോട്ട് പോവുക. സോ മൊഡ്യൂൾ 1 വളരെ പ്രോപ്പർ ആയിട്ട് തന്നെ കവർ ചെയ്യുക ആദ്യം. ദെൻ അതുമായി ബന്ധപ്പെട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. സോ ദെൻ അതിനുശേഷം ലൈവ് സെഷനിലേക്ക് കടന്നു വരുന്ന സമയത്ത് ആ ഒരു മാക്സിമം ടോപ്പിക് ഓരോ ലൈൻ ബൈ ലൈനിൽ നിന്നും ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാകും. സോ ആ ക്വസ്റ്റ്യൻസുകളെല്ലാം നമ്മൾ അറ്റൻഡ് ചെയ്യുക. സോ അതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ആ സമയത്ത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുക. സോ അങ്ങനെ ഓരോ മൊഡ്യൂളുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാകും? കംപ്ലീറ്റ് ചെയ്തായിരിക്കും മുന്നോട്ട് പോകുക. ഓക്കെ, ഫൈൻ. അപ്പൊ അത്തരത്തിൽ 10 മൊഡ്യൂളുകളും കഴിയുന്ന സമയത്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ കൂടുന്നുണ്ടാകും. സോ അതോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, ഇത്തരത്തിൽ നമ്മുടെ ആപ്ലിക്കേഷനകത്ത് എന്ത് ചെയ്യുന്നുണ്ടാകും? പ്ലംബർ തസ്തികയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ മീറ്റർ റീഡർ തസ്തികയുമായി ബന്ധപ്പെട്ട് നമ്മൾ സോ ആ മോക്ക് ടെസ്റ്റുകളെല്ലാം, ഇത്തരത്തിൽ മോക്ക് ടെസ്റ്റുകളെല്ലാം തന്നെ എന്ത് ചെയ്യുക? നമ്മളുടെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ എക്സാമിന് എങ്ങനെ നമ്മൾ എഴുതുന്നു ആ ഒരു ഗൗരവത്തോടെ ആ ഒരു മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. സോ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയുന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇത്തരത്തിൽ എന്താണ്? ഓരോ മോഡ്യൂളുകളും നമ്മൾ വീഡിയോസ് നമ്മൾ കണ്ടതിന് ശേഷം നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. സോ അതോടൊപ്പം തന്നെ
മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക, MCQ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക, ഓക്കെ, എക്സാംസ് അറ്റൻഡ് ചെയ്യുക, ശേഷം ലൈവ് സെഷനിലേക്ക് വരിക. അപ്പോൾ ലൈവ് സെഷനിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ടോപ്പിക്സിൽ നിന്ന് നമ്മൾ കവർ ചെയ്യുന്നുണ്ടാകും. അതോടൊപ്പം തന്നെ ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, സോ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക. സോ ഓരോ മാർക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഓരോ മൊഡ്യൂളിൽ നിന്നുമുള്ള 10 നമ്മൾ നേടുന്ന രീതിയിലേക്ക് നമ്മൾ മാറേണ്ടതായിട്ടുണ്ട്. സോ ഒരു ടോപ്പിക്കും നമ്മൾ വിട്ടുകളയരുത്, ഒരു ടോപ്പിക്കും വിട്ടുകളയരുത്. അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ഓരോ മൊഡ്യൂളിൽ നിന്നും ഓരോ ടോപ്പിക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ എല്ലാ ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുക, അത് മാക്സിമം ഏത് രീതിയിൽ വരാം എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഉയർന്ന റാങ്കിലേക്ക് എത്താൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോ ഇത്തരത്തിൽ ഈ ഒരു രീതിയിൽ നമ്മളോടൊപ്പം അല്ലെങ്കിൽ നമ്മളുടെ സെഷനോടൊപ്പം പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഈ പറഞ്ഞ 10 മൊഡ്യൂൾ കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്താണ്, ആ ഒരു കോൺഫിഡൻസ് ലെവൽ നമുക്ക് കൂട്ടാൻ സാധിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ഡിജിറ്റൽ റെഫറൻസിലേക്ക് വരുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വെബ്സൈറ്റ്സുകളാണ്. ഇത്തരത്തിൽ ഫ്രീ ആയിട്ടുള്ളതും അല്ലെങ്കിൽ പെയ്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റ്സുകൾ നിരവധി അവൈലബിൾ ആണ്. സോ ഇവിടെ കുറച്ച് വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ www.testbook.com ഉണ്ട്. അതുപോലെ തന്നെ bharatskills.gov.in എന്ന് പറയുന്ന സൈറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ദെൻ അതുപോലെ തന്നെ MCQs കാണാൻ സാധിക്കുന്നതാണ് sanfoundry.com അല്ലെങ്കിൽ examveda.com ഒക്കെ മറ്റ് സൈറ്റുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സൈറ്റ്സ് നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം MCQ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അതിന്റെ ആൻസേഴ്സ് ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ മറ്റ് പോയിന്റുകൾ നമുക്ക് ആഡ് ഓൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ ഡിജിറ്റൽ റെഫറൻസിലൂടെ നമുക്ക് നേടാൻ സാധിക്കും എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, ഇപ്പം നിലവിൽ എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് അല്ലെങ്കിൽ എന്ത് ടെക്സ്റ്റ് ബുക്ക് വായിക്കണം എന്നുള്ളത് മനസ്സിലായി. ഇനി ഇത് എപ്പോൾ വായിക്കണം എന്നുള്ളതാണ് നമ്മളുടെ ബുദ്ധിമുട്ട്, അല്ലെ? എപ്പോഴാണ് ഇത് വായിക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ പരീക്ഷയുടെ തലേന്ന് വായിച്ചിട്ട് കാര്യമില്ല. അപ്പോ നമുക്ക് വേണ്ടുന്ന എന്താണ്, നമുക്ക് നേരത്തെ തന്നെ തുടങ്ങേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഇത്തരത്തിൽ ടൈം ഒരു പ്രശ്നമായിട്ട് വരരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, വളരെ പതുക്കെ പോവുക, അല്ലെ? വളരെ പതുക്കെ, നമ്മൾ ധൃതി വേണ്ട, വളരെ പതുക്കെ തന്നെ എന്താണ് ടോപ്പിക്സുകൾ കവർ ചെയ്ത് പതുക്കെ പോവുക. മാക്സിമം അത് റിവൈസ് ചെയ്യുക. ഓക്കെ, അത് 3ാമത്തെ മൊഡ്യൂൾ പോയി കഴിഞ്ഞാൽ 1ാമത്തെ മൊഡ്യൂളും 2ാമത്തെ മൊഡ്യൂളും റിവൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ആ രീതിയിൽ തന്നെ റിവൈസ് ചെയ്തുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് സമയം കളയാനില്ല. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു 6 മാസമാണ്. സോ 6 മന്ത്സിനുള്ളിൽ പരീക്ഷ വരും എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ കരുതുക. അപ്പൊ ആ ഒരു ഇന്റൻഷനിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മളുടെ ടോപ്പിക്സുകൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോ നിലവിൽ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണെന്നുള്ളത് അറിയാം, ആക്റ്റീവ് ആണെന്നുള്ളത് അറിയാം. സോ അപ്ലൈ കൊടുക്കാൻ ആരെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുക. അതിനുശേഷം ഈ എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങുക. ഓക്കെ, ഫൈൻ. അപ്പോൾ അത് ഓർത്തിരുന്നാൽ മതി. പിന്നീട് നമ്മുടെ ഒരു സ്ട്രാറ്റജിയിലേക്ക് വരുന്ന സമയത്ത്, അതായത് നമ്മളോടൊപ്പമാണ് നിങ്ങൾ നമ്മളുടെ കോഴ്സ് ജോയിൻ ചെയ്തുകൊണ്ടാണ് നമ്മളോടൊപ്പം യാത്രയിലാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ പറയുന്ന ടോപ്പിക് വൈസ് ഉള്ള ലൈബ്രറി അല്ലെങ്കിൽ വീഡിയോ ലൈബ്രറീസ് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇത്തരത്തിൽ റീസെന്റ് നടന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബർ എക്സാംസിൽ 1ാമത്തെ റാങ്ക് ഉൾപ്പെടെയുള്ള കിട്ടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള നമ്മളുടെ സ്ട്രാറ്റജി ഫോളോ ചെയ്തിട്ട് തന്നെയാണ് നേടിയിട്ടുള്ളത്. അപ്പൊ ഈ പറയുന്ന കണ്ടന്റുകൾ, വളരെ പ്രിസൈസ് ആയിട്ടുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് തരുന്നുണ്ടാകും. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് കണ്ടന്റുകളെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക. സോ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ലൈവ് സെഷൻസിൽ ആ ഒരു ടോപ്പിക്സുകളെല്ലാം കവർ ചെയ്ത് തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ നമ്മളുടെ ഭാഗത്തുനിന്ന് ഫുൾ സപ്പോർട്ട് നിങ്ങൾക്കുണ്ടാകും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു എഫേർട്ടാണ് നമുക്ക് വേണ്ടുന്നത്. സോ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു എഫേർട്ട് കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 100% സക്സസിലേക്ക് തന്നെ നമുക്ക് നീങ്ങാൻ സാധിക്കും. ഓക്കെ, അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. അപ്പോ സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ചെയ്തത് അത് തന്നെയാണ്. സിലബസ് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്. എന്ത് പഠിക്കണം എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്തു. അപ്പോൾ പ്ലംബർ ട്രേഡുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സിലബസ് എന്താണ്, ടോപ്പിക്കുകൾ എന്താണെന്നുള്ളത് മനസ്സിലായി. ഓരോ ടോപ്പിക്കിൽ നിന്നും കിട്ടേണ്ട മാർക്കുകൾ എത്രയാണെന്നുള്ളത് കൂടി മനസ്സിലായി. ഈ പറയുന്ന വെയിറ്റേജ് അനുസരിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്തു. കൃത്യമായിട്ടുള്ള ലൈക്ക് വീഡിയോ ലൈബ്രറി സെഷൻസ് ഉണ്ടാകും. അതോടൊപ്പം തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും. ആ ഒരു പർട്ടിക്കുലർ മൊഡ്യൂളുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻസ് ഉണ്ടാകും.
അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാകാറുണ്ട്. മോഡ്യൂൾ വൈസ് ഉള്ള മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ മോഡൽ ടെസ്റ്റുകൾ, ഈ പറയുന്ന മോഡ്യൂളുകളെല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ട് 100 മാർക്സിന്റെ മോഡൽ ടെസ്റ്റുകൾ കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, അപ്പൊ ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെയാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടാവുക. സോ അത്തരത്തിൽ കണ്ടന്റ് കൃത്യമായിട്ട് നമ്മൾ പ്രിസൈസ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക. മാക്സിമം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻസിൽ കൃത്യമായിട്ട് പങ്കെടുക്കാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ ഒരു സെഷൻസിലേക്ക് നമുക്ക് മാക്സിമം ഇന്ററാക്ട് ചെയ്തായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. സോ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നുണ്ടാവുക. സോ ഓരോ മൊഡ്യൂളുകളും വളരെ സമയം എടുത്തുകൊണ്ട് വിത്തിൻ ദ ടൈം ലിമിറ്റ് നമ്മൾ മാക്സിമം കവർ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ കൂടി വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് കൂടി മനസ്സിലാക്കിയിരിക്കാം. സോ നമ്മളെ സംബന്ധിച്ചോളം i+ ട്രെയിനിങ് സൊല്യൂഷൻസ് നമ്മൾ ഇത്തരത്തിൽ കേരള വാട്ടർ അതോറിറ്റി മീറ്റർ റീഡർ തസ്തികയിലേക്കുള്ള കോച്ചിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ കോഴ്സ് അവൈലബിൾ ആണ് നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ആ ഒരു കോഴ്സിലൂടെ നമുക്ക് എന്താൻ കഴിയാം, ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡിയിലൂടെ അല്ലെ, ആ ഒരു യാത്രയിലൂടെ നമുക്ക് കൃത്യമായിട്ട് ഉയർന്ന റാങ്കിലേക്ക് തന്നെ ഉയർന്ന റാങ്ക് നേടാൻ കഴിയുമെന്ന് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലായിരിക്കും നമ്മളുടെ സ്ട്രാറ്റജി ഓൾറെഡി പറഞ്ഞു. അപ്പൊ ആ രീതിയിലായിരിക്കും കൃത്യമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക. സോ ക്വാളിറ്റി അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി വീഡിയോസ് അല്ലെങ്കിൽ ലൈക്ക് വീഡിയോ ലൈബ്രറി സെഷൻസ് ഉണ്ടാകും. പ്രിസൈസ് ആയിട്ടുള്ള നോട്ട്സ് അല്ലെങ്കിൽ കണ്ടന്റ് ഉണ്ടാകും. ഓക്കെ, ഡൗട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലൈവ് സെഷൻസ് ക്ലിയർ ചെയ്ത് പോകുന്നുണ്ടാവും. മോക്ക് ടെസ്റ്റുകൾ, അസസ്മെന്റ് ടെസ്റ്റുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, സോ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളുടെ ഒരു സെഷനിൽ ഉണ്ടാവുക പ്രധാനമായിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് നമുക്ക് അനിവാര്യമാണ്. എങ്കിൽ തന്നെ പൂർണ്ണമായിട്ടും നമുക്ക് സക്സസിലേക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ പുതുതായിട്ട് ഇപ്പം നിലവിൽ ഒരു ട്രാക്കിലുള്ള കുറച്ച് ഉദ്യോഗാർത്ഥികൾ ഉണ്ടാകും. എന്നാൽ പുതിയ ഈ ഒരു എക്സാം ആദ്യമായിട്ട് എഴുതാൻ വരുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചോളം അവരെയും നമുക്ക് കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സോ അവർക്കും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാകും, ഇത്തരത്തിൽ സെഷൻസിൽ അല്ലെങ്കിൽ സെഷൻസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാകും, മാക്സിമം ബേസ് ലെവലിലായിരിക്കും കാര്യങ്ങൾ പറയുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ബേസിൽ നിന്ന് തന്നെ ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. സോ അത് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ആരും കരുതരുത്. ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാകും. സോ തുടക്കക്കാരെന്ന നിലയിൽ ആദ്യമായിട്ട് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ PSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടാകും. സോ അവർക്കൊക്കെ കുറച്ച് ഡൗട്ട്സുകളും മറ്റു കാര്യങ്ങളൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നുമില്ല. ഇത്തരത്തിൽ എല്ലാവർക്കും ഒരുമിച്ച് ക്ലിയർ ആയിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക. ഓക്കെ, സോ അത്തരത്തിലായിരിക്കും നമ്മളുടെ ആ ഒരു കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് അത്യാവശ്യമായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. സോ നിങ്ങൾക്കത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് ITA പ്ലംബർ ട്രേഡ് ബേസിക് ക്വാളിഫിക്കേഷൻ ആക്കിയിട്ടുള്ള ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മൾ സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങളെങ്കിലും അത്യാവശ്യമായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, നമ്മൾക്ക് വരാനുള്ള എക്സാംസിൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ റാങ്കിലേക്ക്, അതായത് ഒരു ആദ്യത്തെ ഒരു 5 റാങ്കിനുള്ളിൽ തന്നെ നമുക്ക് എത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഉയർന്ന റാങ്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ പഠിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ എല്ലായ്പ്പോഴും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ കോഴ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പേഴ്സ് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ലെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കമന്റ് മെൻഷൻ ചെയ്യാം. സോ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചെയ്യാവുന്നതേ ഉള്ളൂ, നമ്മൾ റിപ്ലൈ തരുന്നുണ്ടാകും. സോ എല്ലാവർക്കും ഈ ഒരു വെബിനാർ സെഷനിൽ അറ്റൻഡ് ചെയ്ത് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.